ഹലോ ഗൈസ്, എറണാകുളം ജില്ലയിലെ കോടനാടുള്ള കാപ്രിക്കാട് എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് അഭയാരണ്യം ഉള്ളത്. നേച്ചർ ലവേഴ്സിനും ഫോട്ടോഗ്രാഫേഴ്സിനും ഒക്കെ പറ്റിയൊരു അടിപൊളി പ്ലേസാണ് ഇത്. പൊതുവെ ആനകളെയൊക്കെ മെരുക്കിയെടുക്കുന്ന ഒരു പ്ലേസ് ആയിട്ടാണ് കാപ്രിക്കാട് അറിയപ്പെടുന്നതെങ്കിലും ഇതിനുള്ളിൽ ചെറിയൊരു ബട്ടർഫ്ലൈ ഗാർഡന്, ചെറിയൊരു മിനി സൂവ്, പിന്നെ ചിൽഡ്രൻസ് പ്ലേ ഏരിയാസ്, കഫറ്റേരിയകൾ, പിന്നെ ആണെങ്കിൽ ഒരു റിവർ വ്യൂ സൈഡ്, ഫോട്ടോഷൂട്ട് ഏരിയാസ്, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. നമുക്ക് ഇവിടെ നിന്നൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാം. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഇൻസൈഡിലേക്ക് കയറാം. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ചെറിയൊരു ആർട്ടിഫിഷ്യൽ പോട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ലോട്ടസ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ചെറിയ സ്റ്റോൺസിൽ നിന്ന് വാട്ടർഫോൾ പോലെയൊക്കെ വന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് കേട്ടോ അവിടെ. ഫോണിൽ ഫോട്ടോയും വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ക്യാമറ കൊണ്ടുവരുവാണെങ്കിൽ 300 റുപ്പീസ് എക്സ്ട്രാ കൊടുക്കണം കേട്ടോ. ഇതിനുള്ളിലേക്ക് കയറുമ്പം തന്നെ നമുക്കൊരു ഫോറസ്റ്റിനുള്ളിലേക്ക് കയറിയ ഫീല് കിട്ടും. അതായത് നമുക്ക് കാടിനുള്ളിൽ നിന്ന് കേൾക്കുന്ന ചില സൗണ്ടുകളുണ്ടല്ലോ, ചില ജീവികളുടെയൊക്കെ സൗണ്ട്, അങ്ങനത്തെ സൗണ്ടുകളൊക്കെ കേൾക്കും. നമുക്കതൊരു ഫീല് തന്നെയാണ്. ശരിക്കും ഒരു സ്ട്രെസ് 0 ലെവൽ എന്ന് പറയുന്നൊരു സോണില്ലേ, അതാണ് കേട്ടോ ഇവിടം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് കാണാൻ സാധിക്കുക ബട്ടർഫ്ലൈ ഗാർഡൻ ആണ്. പിന്നെ ഒരു സൈഡിലായിട്ട് പല വൃക്ഷങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്ന ബട്ടർഫ്ലൈയുടെ ഒക്കെ നെയിംസ് അവരവിടെ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം നമ്മളിവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബട്ടർഫ്ലൈസിനെയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഉള്ളിൽ പോയിട്ട് നമ്മുടെ ഇവിടുത്തെ കാഴ്ചകൾ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ മിസ്സാക്കാതെ ഫുള്ളായിട്ട് കാണുക കേട്ടോ. This is the time of your life. Remember, you don't get it twice. The time of your life. വെയിലാണെങ്കിലും നിറയെ മരങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ഫീലൊന്നും അനുഭവപ്പെടില്ല കേട്ടോ. ഈ കാണുന്നതാണ് ഡിയർ പാർക്ക്. ചെറിയൊരു പാർക്കാണെങ്കിലും കുട്ടികൾക്കൊക്കെ ഇത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നിറച്ച് പുള്ളികളുള്ള മാനുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഡിയർ പാർക്ക് 2 സൈഡുകളിലായിട്ടാണ് കേട്ടോ വരുന്നത്. 2 സൈഡിലും 2 തരത്തിലുള്ള ഡിയേഴ്സിനെയാണ് ഇട്ടിരിക്കുന്നത്. ഒരിടത്ത് പുള്ളികളുള്ളതും ഒരിടത്ത് പുള്ളികളില്ലാത്തതുമായിട്ട്. അപ്പോൾ നിറച്ച് ബാംബൂ ട്രീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ അടിയിലായിട്ട് ഇരിക്കാനുള്ള സീറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് അവരെ ഇഷ്ടംപോലെ കണ്ട് ടൈം എടുത്ത് നമുക്ക് പോവാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ശരിക്കും പൂർണ്ണമായിട്ട് നമ്മളൊരു നേച്ചറിലേക്ക് അലിഞ്ഞു ചേരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ സിറ്റിയുടേതായിട്ടുള്ള യാതൊരു ശബ്ദങ്ങളും ഇവിടെ ഇല്ല. ഫുൾ ഫോറസ്റ്റ് വൈബാണ്. ബേസിക്കലി കാപ്രിക്കാട് എന്ന് പറയുന്നത് നമ്മുടെ പെരിയാർ റിവറിൻ്റെ സൈഡിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഫോറസ്റ്റ് ആണ്. അവിടെയാണ് കേട്ടോ ഈ ഒരു ഏരിയ വരുന്നത്. Oh yeah, 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 oh yeah. Hey there, what you drinking? 2 shots, let's pour it out. I know what you're thinking, but tomorrow won't come for us. This life that we're living, ain't never gonna give it up. Double shot for the gifted, and one more for us. There you go, drink it up. All this love in a cup. Yeah, we go slow, we go fast. Yeah, we can't get enough. We stay all day, all night, living in paradise. Remember, you don't get it twice. The time of your life. This is the time of your life. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ആനകളാണ് കേട്ടോ. മുമ്പ് ഇവിടെ കാട്ടിൽ നിന്ന് പിടിച്ച ആനകളെയൊക്കെ ട്രെയിൻ ചെയ്യിക്കാറുണ്ടെന്നാണ് കേട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവർ കൂടുതലായിട്ടും റെസ്ക്യൂ ചെയ്യപ്പെടുന്ന ആനകളെയാണ് കേട്ടോ ഇവിടെ സംരക്ഷിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള 7ഓളം ആനകളുടെ പേരും വിവരങ്ങളൊക്കെ ഇവിടെ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് ഓരോ നെയിമുണ്ട് കേട്ടോ. പാർവതി, അശ്വതി, അഭിമന്യു, അങ്ങനെയൊക്കെ. എല്ലാ ആനകളും നല്ല പ്രായമായവരാണ്. 50-52 വയസ്സൊക്കെ ഉള്ളവരാണ് കേട്ടോ എല്ലാവരും തന്നെ. നമുക്കിങ്ങനെ സെക്യൂറായിട്ടൊരു സേഫ് ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് അവരുടെ കളികളും അവരുടെ ഫുഡ് കഴിക്കുന്ന രീതികളും ഒക്കെ നോക്കി കാണാൻ സാധിക്കും.
ആനകളെ ആണെങ്കിലും അവരെ ആ പ്രകൃതിയോട് ചേർന്ന് തന്നെയാണ് നിർത്തിയേക്കുന്നത്, അല്ലാണ്ട് സൂവിലിട്ട് അടച്ചിട്ട് വളർത്തുന്ന പോലെയൊന്നുമല്ല. കൂടാതെ ഇവരുടെ കുളി എന്ന് പ്രത്യേകം തന്നെയാണ്. കാരണം ഇവരെ കുളിക്കാനായിട്ട് ഇവിടെ അടുത്തുള്ള നദിയിലാണ് കൊണ്ടുപോകുന്നത്. അതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. പക്ഷേ നമുക്ക് എപ്പോഴും കാണാൻ പറ്റില്ല. അവരെ കുളിക്കാൻ കൊണ്ടുപോകുമ്പോൾ നമുക്ക് അവരുടെ കുളിസീനും കാണാൻ പറ്റും. Remember, you don't get it twice. The time of your life. Don't look at the past, no, we're not going that way. Oh, now make it last. പനയോലകൾ കൊണ്ട് കിട്ടിയ ചെറിയ റെസ്റ്റിംഗ് ഏരിയാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ടും അവരുടെ കാഴ്ചകളൊക്കെ കാണാം. ചില ആനകളൊക്കെ നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ അവർ തലയാട്ടുകയും ചെവിയാട്ടുകയും ഒക്കെ ചെയ്യും കേട്ടോ. 2 shots, let's pour it up. I know what you're thinking, but tomorrow won't come for us. This life that we're living, ain't never gonna give it up. Double shot for the gifted, and one more for us. There you go, drink it up. All this love in a cup. Yeah, we go slow, we go fast. Yeah, we can't get enough. We stay all day, all night, living. ഇവിടെ നിന്ന് കുറച്ച് മാറിയാണ് പീലാണ്ടി ചന്ദ്രു എന്നൊരു ആനയുള്ളത്. നമ്മൾ ആനകളെയൊക്കെ മെരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അവിടെ ഉള്ളത്. പണ്ട് നമ്മുടെ കേരളത്തിലെ താരമായിരുന്ന അരിക്കൊമ്പനില്ലേ, അതുപോലെയൊക്കെ കേരളത്തിൽ ഒരു കാലത്ത് താരമായിരുന്ന ഒരാളാണ് പീലാണ്ടി ചന്ദ്രു എന്ന ആന. ആൾ മെരുങ്ങാത്തതുകൊണ്ടാണ് അവിടെ ഒറ്റയ്ക്കിട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയൊരു വാക്കിംഗ് എക്സ്പീരിയൻസും കൂടി കിട്ടും. കാരണം എല്ലായിടത്തും നമ്മൾ നടന്നു വേണം പോകാനായിട്ട്. കാടിനുള്ളിൽ കൂടി നടന്നു പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ള ടയർഡ്നെസ് ഒന്നും ഫീൽ ചെയ്യില്ല. പിന്നെ ഇതിലൂടെ നടക്കുമ്പോൾ നമുക്ക് പക്ഷികളുടെ സൗണ്ട്, നേച്ചറിൻ്റെ സൗണ്ട് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് മുന്നേ പോയത് കുറേ പ്രായമായ ചേച്ചിമാരാണ് കേട്ടോ. എല്ലാവരും നല്ല പ്രായമുള്ളവരാണ്. അവരെല്ലാം ഇതുവഴി ഫുൾ നടന്നാണ് കേട്ടോ പോകുന്നത്. ആനയെക്കുറിച്ചുള്ള ചെറിയൊരു ഡീറ്റെയിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. 49 വയസ്സാണ് ഇവന്. വിസിറ്റേഴ്സിൻ്റെ സേഫ്റ്റി അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് കേട്ടോ ഓരോ ആനകളെയും അവരെ നിർത്തിയിരിക്കുന്നത്. ഇവൻ്റെ അടുത്ത് കാണുന്ന ഈ തടിക്കഷ്ണങ്ങൾ കൊണ്ട് വെച്ചിരിക്കുന്ന കൂടില്ലേ, ഇതാണ് കേട്ടോ ആനേനെ മെരുക്കാൻ വേണ്ടി അവർ യൂസ് ചെയ്യാറുള്ളത്. തിരിച്ച് നമ്മൾ നമ്മുടെ പഴയ സ്ഥലത്തെത്തി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചിൽഡ്രൻസ് പ്ലേ ഏരിയാസും റിവർ സൈഡ് വ്യൂവും ഏറുമാടങ്ങളും ഒക്കെയാണ്. അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ നമുക്കതൊക്കെ കാണാം. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഈ ഇവരിൽ നിന്നുമൊക്കെ കണ്ട് വ്യത്യസ്തമായിട്ട് ഒരു എലിഫൻറ്റിനെ മാറ്റി നിർത്തിയിരിക്കുന്ന കണ്ടു കേട്ടോ. എന്താ കാരണമെന്നറിയില്ല, പക്ഷേ ആൾ പിടിയാനെയാണെന്ന് മനസ്സിലായി. വളരെ ആക്റ്റീവൊക്കെയാണേ. മതപ്പാടുള്ള ആനയായതുകൊണ്ട് മാറ്റി നിർത്തതാണോ എന്നൊരു ഡൗട്ടുണ്ട്. പക്ഷെ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. എൻ്റെ ഒരു ഗസ് മാത്രമാണ്. ആൾ അവിടെ നിന്ന് എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്. പ്ലാവിലകളാണെന്ന് തോന്നുന്നു, എന്തൊക്കെയോ കഴിക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ നമ്മൾ കാടിൻ്റെ നടുവിലൂടെ വീണ്ടും ഇങ്ങനെ യാത്ര തുടരുകയാണ്. സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, ഇതിലൂടെ നടക്കുമ്പോൾ നമുക്ക് നേച്ചറുമായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. ശരിക്കും ഇതിനപ്പുറത്തേക്ക് ഒരു സിറ്റി ഉണ്ടെന്ന് പോലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് ഫീലും വൈബുമാണ് നമുക്ക് ഇതിലൂടെ നടക്കുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ ഇവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ട്, ചിൽഡ്രൻസ് പാർക്ക്, കഫക്റ്റീരിയ, ഹട്ട്സ്, സ്വിങ്സ്, റിവർ സൈഡ് വ്യൂ, വാക്ക് വേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇതുവഴിയാണ് പോവേണ്ടത്. പോകുന്ന വഴിക്ക് നമുക്ക് ഏറുമാടങ്ങളൊക്കെ കാണാൻ പറ്റും. ആനകളുടെ കടവെന്ന് എറിഞ്ഞൊരു ബോർഡ് കണ്ടോ? ആനകളെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അവരെ കുളിക്കാൻ കൊണ്ടുവരുന്ന കടവാണത്. പിന്നെ ദേ ഇവിടെ ഒരു ഏറുമാടം കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കയറാൻ പറ്റും. ഒരേ സമയം 6 പേർക്ക് കയറാനാവുള്ളൂ. അതിൽ കൂടുതൽ ആൾക്കാരെ താങ്ങില്ല. ഇവിടെ സേഫ്റ്റി ഇലക്ട്രിക്കൽ വയേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ആനകളൊന്നും ഈ ഏരിയയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ, ഇവിടെ ഒരു വേലികൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് ചിൽഡ്രൻസ് ഏരിയ ആണല്ലോ. ചിൽഡ്രൻസ് ഏരിയ അല്ല, നമ്മുടെ പ്ലേ ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ മനുഷ്യർ കൂടുതലുള്ള സ്ഥലം ആയതുകൊണ്ട് തന്നെ അവരൊന്നും ഇതിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി ഫുൾ സേഫ്റ്റിയാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇരുന്നു കൊണ്ടല്ലേ സ്നേക്ക് ആൻഡ് ലാഡർ കളിച്ചിട്ടുള്ളൂ. ഇങ്ങനെ നിന്നുകൊണ്ട് കളിച്ചിട്ടുണ്ടോ? അത് അങ്ങനെ കളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നാച്ചുറൽ സ്റ്റോൺസ് കൊണ്ടൊക്കെ തീർത്തിട്ടുള്ള ചെറിയ ചെറിയ ഇരിപ്പിടങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ നല്ല കാറ്റും തണുപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ താഴെയായിട്ടാണ് ആനകളെ കുളിപ്പിക്കുന്ന കടവ്. അവിടെ ആനകൾ കൊണ്ടുവരുന്ന സമയമൊക്കെ അവരവിടെ കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് വരുവാണെങ്കിൽ നമുക്ക് അവരുടെ കുളിയൊക്കെ കാണാൻ പറ്റുമേ. ഈ പടവുകൾ ഇറങ്ങി താഴേക്ക് ചെല്ലുന്നത് നമ്മുടെ റിവർ വ്യൂ സൈഡിലേക്കാണ്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഏറുമാടത്തിൽ കയറാൻ പോകുന്നത്.
ഇവിടെ നിന്നുള്ള വ്യൂ നല്ല സൂപ്പറാണ് കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഏറുമാടത്തിൽ നിന്നുള്ള കാഴ്ചയൊക്കെ കാണാനായിട്ട്. ഇവിടെ എത്തി ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. എന്താണെന്നറിയാമോ, ഈ നേച്ചറൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെയും കൂടെ കടമയാണെന്ന്. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങളൊന്നും അവിടെ ഇവിടെയും വലിച്ചെറിയരുത്. ഇവിടെ കുറച്ച് സമയം സൈലൻ്റ് ആയിട്ട് ഇരുന്നാൽ തന്നെ മൈൻഡ് ഒന്ന് റീസെറ്റായി റീഫ്രഷ് ആയ പോലെ തന്നെ നമുക്ക് തോന്നും കേട്ടോ. അങ്ങനെ നടന്ന് ക്ഷീണിച്ച് വരുമ്പോൾ നമുക്ക് കുടിക്കാനായിട്ട് ഒരു കപ്പ് കോഫി കിട്ടിയാലോ. ഇവിടെ കഫറ്റീരിയകളുണ്ട്, അവിടെ കാട്ടുതേനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ ആവശ്യമുള്ള സാധനമെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് വാങ്ങിച്ച് കഴിക്കാം. എല്ലാം റീസണബിൾ പ്രൈസിൽ തന്നെയാണ്. പിന്നെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് കപ്പൊക്കെ അവിടെ ഇവിടെയും വലിച്ചെറിയാതെ അതാത് ഡസ്റ്റ്ബിന്നിൽ തന്നെ കൊണ്ടിടാൻ ശ്രദ്ധിക്കണം. 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ആണ് ഇത്. ഇവിടെയൊക്കെ രക്തചന്ദനങ്ങളുടെ മരങ്ങളുണ്ട്. അതാണ് ഇവിടെ ബോർഡ് കൊടുത്തിട്ടുള്ളത്. എല്ലാവർക്കും അറിയാമല്ലോ, അതൊരു മെഡിസിനൽ ട്രീ ആണ്. Hey there, what you drinking? 2 shots, let's pour it out. I know what you're thinking, but tomorrow won't come for us. This life that we're living, ain't never gonna give it up. Double shot for the gifted, and one more for us. There you go, drink it up. All this love in a cup. Yeah, we go slow, we go fast. Yeah, we can't get enough. We stay all day, all night, living in paradise. Remember, you don't get it twice. The time of your life. This is the time of your life. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ നേച്ചർ ബ്യൂട്ടി അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൈൻഡ് ഒന്ന് സ്ട്രെസ് ഫ്രീ ആക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരുക കേട്ടോ. അപ്പോൾ നമ്മൾ കിഡ്സിനെയും കൊണ്ടൊക്കെ വരുവാണെങ്കിൽ അവർ ഡെഫിനറ്റ്ലി എൻജോയ് ചെയ്യുന്ന ഒരു പ്ലേസ് കൂടിയാണ് ഇത്. ഇതുപോലെ തന്നെ ഒരു അടിപൊളി പ്ലേസ് ആണ് പാണേലി പോര്. ആ വീഡിയോ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീക്ക് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.